guys, I'm Zia. Welcome to my channel. അപ്പോൾ guys, ഇന്ന് ഒരു കരിഞ്ഞുണങ്ങിയ വ്ളോഗ് കണ്ടാലോ? Come on. ഗൈസ്, രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേനും ഞാൻ മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഫുഡ് കഴിച്ച് മാറ്റി. ഫുഡ് എന്താണ്? നല്ല പുട്ടും പഴവും. നേരമില്ലാത്ത നേരത്ത് ഒരു പിച്ചക്കാണ് ഗൈസ്. ഇത് ഞാൻ ഇപ്പം എൻ്റെ ദീദി എനിക്ക് വാങ്ങി തന്നൊരു ടീഷർട്ടാണ്. അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇഷ്ടമാണെങ്കിൽ കമ്മില്ല, ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ലുക്ക്. ഇതിൻ്റെ അല്ല, ഇതിൻ്റെ അമ്മൻ്റെ ആണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഇൻസ്റ്റാ പേജ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, നമ്മളൊരു സ്റ്റൈലിഷ് ടൈലർ എന്ന് പറഞ്ഞ ആൻറ്റി ടെർണിഷ് ജ്വല്ലറീസിൻ്റെ ഒരു പേജ് തുടങ്ങിയിരിക്കണേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ വേണം. അത് വാങ്ങാനായിട്ട് നമ്മൾ തിരൂരിലേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ പോകുന്ന വഴി ഫറോക്കിലേക്കുള്ള ബസ് മാത്രമല്ല, ബാക്കിയുള്ള എല്ലായിടത്തേക്കുള്ള ബസ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമുക്ക് ഫറോക്കത്തെ ബസ് കിട്ടി നമ്മൾ ഫറോക്കിൽ പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ പോവാൻ കേട്ടോ. ഗൈസ്, ഞാനും എൻ്റെ ഇമ്മയും എൻ്റെ ദീദിയും ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഗൈസ്, സത്യം പറയാലോ, എനിക്ക് ബുദ്ധി വെച്ച കാലം മുതൽ ഞാൻ ട്രെയിനിൽ കയറില്ല. കയറാണെങ്കിൽ ഞാൻ ചെറുതാകുമ്പോൾ കയറിയിട്ടുണ്ടാവുള്ളൂ. ഗൈസ്, ഫറൂഖ് ബസ് സ്റ്റാൻഡിൽ കുറച്ചവിടെ നടന്നാൽ മതി കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക്. പോകുന്ന വഴി മുല്ലയും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഇവിടെ ഏതേനും സ്ഥലം തിരുന്തേലും പറയല് പ്ലാറ്റ്ഫോം, അങ്ങനല്ലേ, പ്ലാറ്റ്ഫോമിൽ എത്തിട്ടോ. നമ്മളെ പുതിയാപ്പിളച്ചക്കന് കുറച്ച് നേരം വൈകിട്ട് വരുള്ളൂ. ഗായ്സ്, ഞാൻ പറഞ്ഞത് സത്യമല്ലേ, പുതിയാപ്പിളച്ചക്കനിക്ക് കുറച്ച് ലേറ്റ് ആവും, ഒരു അരമണിക്കൂർ അത്രേ ഉള്ളൂ. ഗൈസ്, എനിക്ക് നല്ല സന്തോഷമായിട്ടോ ട്രെയിൻ നേരെ വൈകിട്ട് വരുള്ളൂ. സോറി ഗൈസ്, പുതിയാപ്പിളച്ചക്കൻ. അങ്ങനെ ഫൈനലി ആളെത്തിട്ടോ. എനിക്ക് ബുദ്ധി വെച്ച കാലം തൊട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ കയറുന്നത്. ഞാൻ കയറിക്കണത് അത് ചെറുതാവുമ്പോഴാണ്. തീരെ ചൂടില്ലേന് കേട്ടോ. നമ്മൾ പോയ ടൈമിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോറിനൊക്കെ സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി ദീദി ട്രെയിനിൽ കയറി നമ്മൾ അങ്ങനെ തിരൂരിലെത്തിയിട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഷോപ്പിലേക്ക് പോവാണ്. ടയർഡായി വെച്ചാൽ നല്ല ടയർഡായി, പ്രത്യേകിച്ച് ഈ ചൂടാണ് കേട്ടോ. ചൂട് നല്ല ടയർഡായിരിക്കണം. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ വെള്ളമൊക്കെ വന്നിട്ട് കുടിച്ച് ഗൈസ്, അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടോ. ഇത് വേറെ ആരല്ല, ഞാൻ തന്നെയാണ്. ഞാൻ ടാൻ അടിക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് തൊപ്പി വെച്ചതാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്, അത്രക്കും വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ബട്ടർ പേപ്പറും കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ വാങ്ങല്. അവിടെ AC ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു ഒരു ലൈമും പപ്സും കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങൂലാന്ന്. അങ്ങനെ അമ്മച്ചി വാങ്ങി തന്നിട്ടോ. ഗൈസ്, പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു കഫേയിൽ പോയിട്ട് ലൈമും പബ്സൊക്കെ പറഞ്ഞിട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചൂടത്തൊരു തണുത്ത ലൈം കിട്ടുമ്പോൾ എൻ്റെ മോനെ വേറെ ലെവല്. ഇത് പിന്നെ പരപ്പനങ്ങാടിയിലേക്കുള്ള ട്രെയിൻ കിട്ടാനുള്ള ഓട്ടാണ് കേട്ടോ. വീണ്ടും നമ്മൾ ഉസ്മാൻ എത്തിയിട്ടോ. വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കുളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറുതായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കാറ്റ് അങ്ങനെ കിട്ടുന്നുണ്ട്. തിരൂര് വന്നാൽ പിന്നെ നമ്മുടെ അമ്നുവിൻ്റെ വീട്ടിൽ കയറാത്തത് മോശമല്ലേ. അതുകൊണ്ട് നമ്മൾ അമ്നുവിൻ്റെ വീട്ടിൽ കയറി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇനി നമ്മൾ ബേപ്പൂരിലേക്ക് പോവാണ് ഗൈസ്. ബേപ്പൂരിൽ പോയിട്ടൊരു പരിപാടി ഉണ്ട്. അപ്പം നമുക്ക് നേരെ ബേപ്പൂരിലേക്ക് പോവാം. ഗൈസ്, ഇതിൻ്റെ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ചേരുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ. നല്ല രസമല്ലേ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഒരു കുട്ടി കുറേ നമ്മൾ വീഡിയോസ് ഇങ്ങനെ റീച്ചായി വരുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യേണ്ട ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ ഒന്ന് പറയോ, വീഡിയോ ചെയ്യോ, ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ, അങ്ങനെ വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ട് ഇങ്ങനെ കുറേ എല്ലാ വീഡിയോയിലും അങ്ങനെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ കുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരെ ബേപ്പൂരിലേക്ക് അമ്മിയാ പോവാ.
ഞാൻ പോട്ടെ. ഗൈസ്, അമ്മന്റെ കണ്ണുമ്മല ഒരു സാധനം ഉണ്ട്. ഇങ്ങനെ വെക്ക്. ഇതുണ്ടോ ഈ ഒരു സാധനം എങ്ങനെ വീണതാ? ഇവിടുന്ന് അങ്ങോട്ട് വീണേ. വെരി ഗുഡ് ഗൈസ്. അങ്ങനെ നമ്മൾ ചാലിയത്തെത്തി. അവിടുന്ന് ഒരു മാങ്ങ ഉപ്പിലിട്ടതും ഒരു സൺസെറ്റും കണ്ട് നമ്മൾ ജങ്കാർ കയറാൻ പോവാണ് കേട്ടോ ഗൈസ്. ചാലി ഈ പുഴൻ്റെ അടുത്തുള്ള കല്ലുമലൊക്കെ എത്ര ഞണ്ടാ ഗൈസ്, നിങ്ങൾ തന്നെ നോക്കി എത്ര എണ്ണാ ഉള്ളത്. അങ്ങനെ ജങ്കാർ വന്നു. അങ്ങനെ ബേപ്പൂർ എത്തിയപ്പോൾ ഇപ്പച്ചി നമ്മൾ എടുക്കാൻ വന്നിരുന്നു കേട്ടോ. ഇപ്പച്ചിനെ കണ്ടാലറിയാം ഉറക്കത്തുനിന്ന് വന്നതാണെന്ന്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പോയി കുറച്ച് റീഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ, ഒരു ചില്ലാക്കാൻ വേണ്ടിയിട്ട്. ബേപ്പൂർ ബീച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് തീരെ തിരക്കില്ല കേട്ടോ, ഒഴിഞ്ഞു കിടക്കുകയും. ഒരു കോൺ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ ഓട്ടോ ഓഫായി. അപ്പം ഓക്കെ, ബൈ.